പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജനുവരി 22 വ്യാഴം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. ഈ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയും വ്യക്തിത്വത്തെയും സംബന്ധിച്ച് ചില സത്യങ്ങൾ തെളിയുന്നു. യേശു ചരിത്രത്തിൽ മനുഷ്യരൂപത്തിൽ ജനിച്ചുവെങ്കിലും കാലത്തിന് മുൻപേ ഉണ്ടായിരുന്ന ദൈവവചനമാണെന്ന് ഈ വാക്യം തെളിയിക്കുന്നു. എനിക്ക് മുൻപേ ഉണ്ടായവൻ എന്ന വാക്യം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തു കാലത്തിന് മുൻപായി നിലകൊള്ളുന്നവനാണ് എന്ന യോഹന്നാന്റെ സാക്ഷ്യം വിശ്വാസികളെ അവൻ്റെ ശക്തിയിലും സത്യത്തിലും ആശ്രയിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തിന് മുൻപായി ഉണ്ടായിരുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളിലും, സന്തോഷമായാലും ദുഃഖമായാലും, യേശു അതിനപ്പുറം അതിനെ നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ട് വിശ്വാസി എന്ന നിലയിൽ നാം നേരിടുന്ന അനിശ്ചിതത്വത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം യേശുനാഥൻ സകലവും അറിയുന്നവനാണ്. അതുപോലെ സ്വയം കുറയാനുള്ള വിനയത്തിൻ്റെ വലിയൊരു സന്ദേശം ഈ വാക്യം വിളിച്ചോതുന്നു. യോഹന്നാൻ തൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തിൽ അഭിമാനം കൊള്ളാതെ എനിക്ക് ശേഷം വരുന്നവൻ അവൻ എനിക്ക് മുൻപനാണ് എന്ന് വിളിച്ച് ഓതുകയാണ്. ഇതിൽ കൂടെ തൻ്റെ നില താഴ്ത്തുന്നവനായ യോഹന്നാൻ ക്രിസ്തുവിനെ ഉയർത്താൻ അവൻ ശ്രമിക്കുന്നു. ക്രിസ്തുവിനെ ഉയർത്തുവാനായിട്ട് അവൻ പിന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്ന ഒരു മനോഭാവം ദർശിക്കുകയാണ്. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നാം അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു. സ്വയം കുറയുന്ന ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായി തീരണം. നമ്മുടെ കഴിവുകളും പ്രതിഭകളും എത്രയും പ്രകാശിക്കുമ്പോഴും നാം കാണേണ്ടത് ക്രിസ്തുവിൻ്റെ മഹത്വം ആയിരിക്കണം. ക്രിസ്തുവിൽ വലിയതായ മുൻഗണന, ക്രിസ്തുവാണ് ജീവിതത്തിൻ്റെ സകലവും എന്നതായ ചിന്ത വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എൻ്റെ ശേഷം വരുന്നവൻ എൻ്റെ മുൻപിലാണ് എന്ന സാക്ഷ്യം ക്രിസ്തുവിനെ പ്രഥമ സ്ഥാനത്ത് വയ്ക്കാനുള്ള വിളിയാണ്. വിശ്വാസിക്ക് ഇതിൻ്റെ പ്രാധാന്യം എന്നത് നമ്മുടെ തീരുമാനങ്ങളിലും പദ്ധതികളിലും യേശുവിൻ്റെ ഇഷ്ടം മുൻനിർത്തുന്നവരായി നാം തീരണം എന്നതാണ്. നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഉണർത്തുന്ന പ്രത്യാശയാണ്. എനിക്ക് മുമ്പിൽ ഉണ്ടായവൻ എന്ന വാക്യം നമ്മോട് പറയുന്നു, നാം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുൻപ് തന്നെ ദൈവം അതറിഞ്ഞിട്ടുണ്ട്. അതിന് പരിഹാരം ദൈവം തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഭാവി അനിശ്ചിതം എന്ന് തോന്നുമ്പോഴും കാലത്തിന് മുൻപേ ഉണ്ടായിരുന്നതായ കർത്താവ് നമ്മുടെ ജീവിത പദ്ധതികൾക്ക് മേൽ അധികാരം വഹിക്കുന്നു. വിശ്വാസത്തിൽ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് ധൈര്യവും ഉറപ്പും ഇത് നൽകുക. അവൻ നമ്മെ കരുതിക്കൊള്ളും എന്നതായ പ്രത്യാശ നമ്മെ വഴി നടത്തണം എന്ന ഒരു ചിന്ത ഇവിടെ നമുക്ക് ഉണ്ടാകുകയാണ്. ഇത് സത്യത്തിൽ വിശ്വാസിക്ക് പ്രത്യാശയുടെ ഉറപ്പാണ് പകരുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കുന്നു എന്ന വലിയൊരു വെളിപ്പെടുത്തൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വചനം ഒരു ക്രൈസ്തവ വിശ്വാസിയെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുവാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ യേശുവിന് മുൻഗണന നൽകാൻ, വിനയത്തോടുകൂടെ യേശുവിൻ്റെ സാക്ഷിയായി തീരുവാൻ, പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവം, വിനയത്തിൻ്റെ അനുഭവം
നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തുവാനായിട്ട്, ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതില്ലയോ? പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, കാലത്തിന് മുൻപേ ഉണ്ടായിരുന്ന നിത്യവചനമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അഭിമാനത്തെ കുറയ്ക്കുകയും നിന്നെ നിറയ്ക്കുകയും നിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുവാനും ഞങ്ങളെ വിനയപ്പെടുത്തണമേ. നിന്റെ പദ്ധതികളിൽ വിശ്വാസത്തോട് നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.